നമസ്കാരം മിത്രങ്ങളെ, വെൽക്കം ബാക്ക് ടു മൈ കുഞ്ഞു വ്ളോഗ്. ചേച്ചി ഹായ് പറ. ഗൈസ്, നമ്മൾ മഴയത്ത് സ്കൂട്ടറിൽ പൊന്മുടി പോവുകയാണ്. ഭയങ്കര മഴ. എന്ന് വീടിനകത്തുനിന്ന് ഇൻട്രോ എടുക്കുന്നതുകൊണ്ടാണ് ഇന്ന് പുറത്തുനിന്ന് ഇൻട്രോ എടുക്കുന്നത്. വെറൈറ്റി എന്തടാ ചേച്ചി നമ്മൾ ഈ മഴ തീർന്നിട്ട് ചലിക്കുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇത് നനഞ്ഞ് കുളിച്ചായിരിക്കും പൊന്മുടി ഹെയർപിന് കാരണം. എന്തായാലും മഴയെന്നൊക്കെ പറഞ്ഞാൽ വിഷയം മഴ. ഇത് നിൽക്കൂല. മഴയത്ത് നനഞ്ഞ് പൊന്മുടി പോകാൻ തയ്യാറാണോ? ചേച്ചി മാത്രം വ്ളോഗിലൊരു ചേച്ചി അങ്ങനെയൊന്നുമില്ല. ബാക്കി രണ്ടെണ്ണം അമ്മ ഫേസ് കാണിക്കൂല. കണ്ണം പിന്നെയും കാണിക്കും. ഉണ്ണി നടക്കൂല. അമ്മ നടന്നു പോകുന്നത് ഒരു രക്ഷയല്ല മഴ. മഴയത്ത് പോവാം. ഗൈസ്, അവസാനം മഴയത്ത് ഇറങ്ങാന്ന് വിചാരിക്കുന്നു. വണ്ടി ഞാനെടുക്കാം. പിന്നെ കുറച്ച് നേരം നീ എടുത്തു, ബാക്കി ഞാൻ ഓടിക്കുക. കണ്ണിറങ്ങില്ല. ഗൈസ്, മഴയാണ്. ഫോൺ അടിച്ചു പോകുന്ന അറിഞ്ഞൂടാ. എന്നാലും ഞാൻ എടുക്കും ഗൈസ് വ്ളോഗ്. ഞാൻ വരാം, പിന്നെ വരാം. ഗൈസ്, കണ്ടിന്യൂസ് ഒരു 4 to 5 കിലോമീറ്റേഴ്സ് മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴയില്ല. ഇപ്പം മഴ തീർന്നു. ഇവിടെ ഉള്ളവരെല്ലാം അതിശയത്തോടെയാണ് നമ്മളെ നോക്കണം. കാരണം ഇവിടെ മഴയെന്ന് പറഞ്ഞ സാധനമില്ല. വെയിലുമില്ല, ചെറിയൊരു മൂടി. അങ്ങനെ വരാം ഗൈസ്. ആകാശം ഏത് നിമിഷവും മഴ പെയ്യാം. ചായ കുടിക്കാൻ നിർത്തിയതാണ്. വരല്ലേ ചായ കുടിക്കാൻ? എടുത്തു ഒരുപാട് ചേച്ചി തന്നോ? ചേച്ചി ചേച്ചി തുറന്നു. ഓ, ചേച്ചി ഒരു ഉഴുന്നോടെ എടുത്ത് ഞാൻ ഒരു പോക്കറ്റ് ഷോർ. ഇതിൻ്റെ പേര് പോക്കറ്റ് ഷോർമ. നമ്മളവിടെ ഉണ്ട്. കൊള്ളാം. ചിലയിടത്ത് ഇത് ടേസ്റ്റ് കാണൂല. ഒരിടത്ത് നമുക്ക് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഇതിനിങ്ങനെ ചേട്ടൻ ഇത് കൊള്ളാം. ചായ കുടിച്ചിറങ്ങിയിരിക്കുന്നു. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഇനിയൊരു 30 കിലോമീറ്റർ ഉണ്ട്. പ്രതീക്ഷിക്കുന്ന പോലെയാണെങ്കിൽ ഹെയർപിന് കയറുമ്പോൾ തന്നെ മഴ കിട്ടും. ആ മഴയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. 2018 അങ്ങനെ ഒരു മഴ എക്സ്പീരിയൻസ് ചെയ്ത് പൊന്മുടി കയറിയിട്ടുള്ളത്. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതേപോലെ ഒരു മഴ ഇന്ന് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നനഞ്ഞ് കുളിച്ചുകൊണ്ടിരിക്കടാ. ഇനി നനയാ ഒന്നുമില്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാം നനഞ്ഞു എല്ലാവരും. അപ്പോൾ ഹെയർപിന്നിൽ മഴ പ്രതീക്ഷ പോകുന്നു. മഴ വരട്ടെ. കുഞ്ഞു വഴി. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് ഈ വഴി. അപ്പുറത്തൊരാൾക്ക് ഇപ്പുറത്തോട്ട് വരാൻ പറ്റില്ല. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോയതിന് ശേഷം മാത്രമേ ഇപ്പുറത്ത് വരാൻ പറ്റും. നൈസ് വഴി. കിട്ടില്ല ക്ലൈമറ്റാണ് ഗൈസ്. മേളിൽ കയറുമ്പോൾ മഴയും കൂടെ കിട്ടിയാൽ പിന്നെ പറയണ്ട. പൊളി. ഞാൻ കാണിച്ചു തരാം. നല്ല പൊടിയായിട്ടാണ് നടക്കുന്നത്. മഴ മാത്രം ഇതുവരെ വന്നിട്ടില്ല. വന്നില്ലെങ്കിൽ അലപ്പോ മഴ ഇത്രയും നനഞ്ഞത് വേസ്റ്റാണ്.
പെയ്തോണ്ടിരിക്കുകയല്ലേ മഴ. മഴ പെയ്തു ചെറുതായിട്ട് ലേശം. ഇവിടുത്തെ കാവൽക്കാരനാണെന്ന് തോന്നുന്നു. ഡേയ് ഇത് ചാടി വല്ല വണ്ടിയുടെ പുറത്തിരുന്നാലിച്ച്. എയർപിന്ന് കയറി തുടങ്ങി, മഴ വന്നിരിക്കുന്നു. ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ ഈ മരത്തിലൊക്കെ തട്ടി പറഞ്ഞുകൊണ്ട് ഫോഴ്സ് കുറവാണ്, പക്ഷെ ഉണ്ട്. മേളിൽ കയറുമ്പോൾ എനിക്കാണെന്നില്ല, കുറച്ചും കൂടെ മഴയാ, എനിക്ക് ഫോൺ ഓണാക്കാൻ പറ്റൂല. ഫോണിന്റെ കാര്യത്തേക്ക് തീരുമാനമാവും. ഇന്ന് വന്നത് ഫ്ലോപ്പായി. നമ്മള് എയർപിന് കയറിക്കൊണ്ടിരുന്നപ്പോൾ കിട്ടില്ല വ്യൂ ഗൈസ്, കിട്ടില്ല വ്യൂ. ഫുള്ള് മൂടൽ മഞ്ഞാണ്. അടിപൊളി വ്യൂ ഗൈസ്, അടിപൊളി വ്യൂ. മഞ്ഞൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് കുട്ടിക്കുരങ്ങൻ. എവിടെ എത്തുന്നു? ഫുള്ള് മൂടി കിടക്കാം. അടിപൊളി ക്ലൈമറ്റ്. ഇന്ന് വേസ്റ്റ് ആയില്ല വന്നത്. ഈ ഭൂമി എത്ര മനോഹരം. കുറച്ച് കാവ്യാത്മകമായി സംസാരിക്കുന്നു. റൊമാൻറ്റിക്. 16 ഹെയർ പിൻ ആയി. മൊത്തം 22 ഉണ്ട്. ഇനി 6 കൂടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ മേളില് അടിപൊളിയായിരിക്കും. വെയിറ്റിംഗ്. ഇതുവഴി പോയാലും ഇവിടെ ഒന്ന് ക്രിക്കറ്റ് കളിക്കണമെന്ന് തോന്നും. പക്ഷെ ഇന്നത്തെ കാഴ്ച ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. അതിവിടെയാണ്. കണ്ണം പറയണം, ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ്. ശരിക്കും ഗൈസ് നോക്ക്, എന്ത് രസമെന്ന് നോക്ക്. ഇവിടെ ഒരു ദിവസം വന്ന് ക്രിക്കറ്റ് കളിക്കണം. ബ്യൂട്ടിഫുൾ. Remember the first time we met, never really knowing who we are. Slept in the light on stars we fed, 'cause we're the most unique young heart. But I'm a reckless dreamer always. You know, you never let my madness fade. I know we're getting old. ഒരു വണ്ടി പോകുന്നുണ്ട്. ആ പുള്ളിയുടെ 4 ഇൻഡിക്കേറ്റർ മാത്രമേ നമുക്ക് കാണാവൂ, വേറെ ഒന്നും കേട്ടു. ഫുൾ മഞ്ഞാണ് ഗൈസ്, ഫുൾ മഞ്ഞ്. ടോപ്പിലെത്തിയിരിക്കുന്നു. ഇവിടെ ഒരു കേരള മലയൊക്കെ കിടന്ന് കണ്ടുപിടിക്കട്ടെ ഗൈസ്. ഇല്ല കാടികളില്ല. അയ്യോ, മല കയറുകയാണ് ഗൈസ്. കണ്ടോ, ബാക്കിലൊന്നും കണ്ടുവിടാ. അവിടെ ഫുൾ അലമ്പാണ് ഗൈസ്. അവിടെ കണ്ണാ അവിടെ നിന്ന് കയറി പറഞ്ഞേ ഉള്ളൂ. മഴയില്ല, മഴയും കൊണ്ടുള്ള തണുത്ത് കുറച്ച് തരാം. ഫ്രണ്ട് കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ആണ് കഴിച്ച. പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. ആരും അറിഞ്ഞില്ലെന്ന് തോന്നി ഈ ക്ലൈമറ്റ് ആണെന്ന്. നോക്കിങ് ഡേ കൂടെ ആയതുകൊണ്ട് ആരും വരുന്നില്ല. പക്ഷെ വരാത്തവർക്ക് നഷ്ടം. ഇനി കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ കാണുള്ളൂ തോന്നുന്നു. മഴ തീർന്നാൽ പിന്നെ പോയി. പക്ഷേ സ്ഥിരം സ്പോട്ടിലെത്തിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ
സ്ഥിരം വന്നിരിക്കണം. ഇറങ്ങുന്നു, ലെഫ്റ്റ് കയറുന്നു, ഒരു കുന്ന് കയറുന്നു, പാറ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കും. നല്ല വ്യൂ ആണ്. എങ്ങനെയുണ്ട് വെളി കയറിയപ്പോ? ശ്വാസം വിടില്ല. ഷിവറിങ്ങാണ് ഗൈസ്, ഷിവറിങ്. തണുക്കണ്. കയറിയപ്പം കുഴപ്പമില്ലായിരുന്നു, ഇപ്പം തണുപ്പുണ്ട്. ഹായ്. അവിടെ ഒന്നും കണ്ണ് കാണിക്കുന്നു. ഗൈസ് കോട എല്ലാം പോകുന്നു വരുന്നു അങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പൊ പോയി. ഇപ്പൊ ഇവിടെ എല്ലാം വിസിബിളാണ്. ഇനി അടുത്ത കുറച്ച് സമയം കഴിയുമ്പോൾ ഇവിടെ എല്ലാം കോട കൊണ്ട് മൂടുന്നതായിരിക്കും. ഞാനൊരു സൈഡിലിങ്ങനെ വന്ന് ഇരിക്കുകയാണ്, അവരപ്പുറത്തെ സൈഡ് ഇരിക്കുകയാണ്. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞു പോയി ഗൈസ്. ചെവിയും മൂക്കും എല്ലാം തൊണ്ടയും വയ്യ, ടോട്ടലി പോയിരിക്കുന്നു. ഇവിടെ നല്ല വ്യൂ ആണ് ഗൈസ്, കാണിച്ചു തരാം. കുറച്ച് നേരത്താവുന്നു അതൊക്കെ വിസിബിളായിരുന്നു, മഞ്ഞൊന്നുമില്ല, ഐ മീൻ കോടയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ കോടയെല്ലാം വീണ്ടും വന്നിരിക്കും. ഇവിടെ അങ്ങനെയാണ്, പോവും വരും അങ്ങനെ ഇരിക്കും. അവരപ്പുറത്തേക്ക് അവിടെ ഞാൻ ഇപ്പുറത്തിരിക്കുകയാണ്. ചില്ലിട്ടെ ഗൈസ്. അവർ മേളിയിരിക്കുകയാണ് ഗൈസ്. അവർ രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങുന്നു, ഒരാളവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് താഴോട്ട് വന്നു. ഒരു മേളിൽ നിൽക്കുകയാണ്. നനഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല, പക്ഷെ അവർക്ക് നനഞ്ഞിരിക്കുകയാണ്. അവരെങ്ങനെ ഉറങ്ങണമെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് തണുത്ത് വിറച്ചിട്ട് വയ്യ. ഞാൻ പിന്നെ നടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നു. അവിടെ കുറച്ച് പേര് നിൽക്കുന്നില്ല ഗൈസ്. അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് അവർ. കാലുപാത്രം കാണാം, അവർ രണ്ട് കണ്ണനും ഉണ്ണിയും കിടക്കുന്നു, ചേച്ചി അവിടെ ഇരിക്കുന്നു. ഞാനിങ്ങനെ കുറേ താഴോട്ട് വന്നെന്ന് തോന്നുന്നു. ഇനി ഇതെല്ലാം തിരിച്ച് കയറണമല്ലേ ഈശ്വര. കയറിയപ്പോൾ ഇറങ്ങിയപ്പോൾ ഇത്ര ദൂരമില്ലായിരുന്നു, പക്ഷെ കയറുമ്പോൾ ദൂരമുണ്ട്. ഇല്ലേ ഞാൻ കയറിയ ചോദിക്കുന്ന ഗൈസ്. ഞാൻ അവിടെ നിന്നാണ് ഗൈസ് കയറിയത്. അയ്യോ തളർന്ന് ഒരാവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് വരെ കയറിയപ്പോൾ മരിച്ച് കൊഴുപ്പ് തന്നെ. അയ്യോ നമ്മൾ ആ മലയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. ഇറങ്ങി ഏറെ വിദൂരതയിൽ എങ്ങോട്ടോ പോകുന്നു. താഴെ ഇറങ്ങി, ഇവിടെ നമ്മൾ നേരത്തെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകണം. നോക്കട്ടെ. അതുകൊണ്ട് ഗൈസ് കൊള്ളാം. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇതിനകത്ത് കയറിയിട്ടില്ല. നോക്കടാ, അത് തള്ളിയിട്ടു. നമ്മള് മസാല കപ്പിന് വാങ്ങിച്ചു ഗൈസ്. അവിടെ നിന്നാണ് ഗൈസ് ഇത് വാങ്ങിയത്. കാണിച്ചു കൊടുത്തു. ഇതും കഴിച്ചുകൊണ്ട് വീണ്ടും നടക്കുകയാണ് ഗൈസ്. ഈ ഗോട്ടിനെ കണ്ടോ? ഇതാണ് ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് തോന്നുന്നു. ഗോട്ട്. കുറച്ചു നേരം അവിടെ ഇരുന്ന് ഗൈസ്, നമുക്ക് അവിടെ ഇരിക്കാം, നല്ല വ്യൂ കിട്ടും. വാടാ, നീ പിന്നെ അവിടെ ഒറ്റയ്ക്കിരുന്നോ?
ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കിടിലൻ വ്യൂ കാണിച്ചു തരാം. ഈ കളർ റെയറാണ് തോന്നലേ, ബസ് ഇങ്ങനെ കണ്ടിട്ടില്ല. കാണിച്ചു തരാം ഗൈസ്, അടിപൊളിയില്ലേ. അപ്പോൾ കണ്ണാനൊരു റീല് ഐഡിയ പറഞ്ഞു, അപ്പോൾ അതവനെ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി റെയറാണ്, ഈ കളർ ഞാൻ ആദ്യം കണ്ടിട്ടില്ല ഗൈസ്. അങ്ങനെ പൊന്മുടി നിന്ന് ഇറങ്ങിയാണ് ഗൈസ്, താഴോട്ട് പോയിട്ട് വരാം. കണ്ട ഗൈസ്, ഹെയർ പെയിനിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ നോക്കിയതാണ് ഇതിനെ. അല്ല വേണം നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇത് എവിടെ നിന്ന് വരണതാണ്? ഇനി താഴെ പറഞ്ഞുകൊണ്ട് ഗൈസ് ഞാൻ കാണിച്ചു. കണ്ട ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ഹെയർപിന്നിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ട ഗൈസ്, ഇവിടെ ആര് ചെയറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മടലുണ്ട്. പൊട്ടും വിലയില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വ്ളോഗ് വരെ കാണാം. അതുവരേക്കും ഹസ്ത ലൈഫ് ബൈ. Remember the first time we met, never really knowing who we are. Slept in the lake on stars we fed, 'cause we're the most unique young heart. But I'm a reckless dreamer always. You know, you never met my madness.